നിങ്ങളുടെ ചർമ്മം നല്ല ക്ലീൻ ആക്കാനും തിളക്കം വെക്കാനും ഞാൻ ഒരു മാർഗം പറഞ്ഞു തരട്ടെ. എന്താണെന്നുള്ളത് പറയാം. വീഡിയോയിലേക്ക് പോകാം. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ള പഴഞ്ചൊല്ല് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒന്നാണ്. കാക്ക കുളിച്ചാൽ കൊക്കാകാൻ പറ്റും. നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന നിറക്കുറവ് മാറ്റി സ്കിൻ നല്ല പോലെ നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഫുൾ ബോഡി സ്കിൻ ഉണ്ടല്ലോ, ചേഞ്ചസ് കിട്ടുന്ന ഒരു അടിപൊളി സംഭവം. ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ ഫുൾ ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. എന്ത് ചെയ്തിട്ട് പോലും നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെച്ച് തിളങ്ങാൻ വേറെ ഒന്നും തന്നെ ഇനി വേണ്ട ആവശ്യമില്ല. എന്താണ് സംഭവം എന്നുള്ളതൊക്കെ പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഫുൾ ബോഡി നിറം വെച്ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്. പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും കാക്ക കുളിച്ചാലും കൊക്കാകാൻ പറ്റും. ഫുൾ ബോഡിക്ക് ചേഞ്ചസ് നൽകാൻ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റം നൽകാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ഫുൾ ബോഡിക്ക് ചേഞ്ചസ് കിട്ടുന്നതാണ്. ഇത് വെറുതെ പറഞ്ഞ് തെള്ളുന്നതല്ല, ചെയ്തു നോക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് മാറ്റം. എന്തായാലും നമുക്ക് സമയം കളയേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് തയ്യാറാക്കുന്നതിന് മുന്നേ നമുക്കൊരു വെള്ളം തയ്യാറാക്കണം. ആ ഒരു വെള്ളം തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂവ് വേണം. പൂവ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4-5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പൂ നമുക്ക് ഓൺലൈൻ വഴി മേടിക്കാനായിട്ട് സാധിക്കും. വളരെ എമൗണ്ട് കുറവാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പച്ചയായിട്ടുള്ള ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ, അതായത് പച്ചപ്പൂ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അത് പച്ചപ്പൂ ഇല്ലാത്തത് കൊണ്ടാണ് ഡ്രൈ ആയിട്ടുള്ളത് എടുത്തിരിക്കുന്നത്. 4 എണ്ണമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് റോസ്മേരിയുടെ ഡ്രൈ ആയിട്ടുള്ളതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അവിടെ മേടിക്കാൻ റോസ്മേരിയുടെ പച്ചയായിട്ടുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചെടുത്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂണാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് തണുപ്പിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ വേണം എടുക്കേണ്ടത്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. പൊടികൾ എടുക്കാം കേട്ടോ. അതിന് മുന്നേ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഫേസ് സ്കിന്നിന് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പം ഫുൾ ബോഡിക്ക് വേണമെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. ഇപ്പോൾ ഫേസ് സ്കിന്നിനായതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂണാണ് നമുക്ക് കടലമാവിൻ്റെ പൊടി വേണ്ടത്. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഒക്കെ കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ട് ഏതൊരു പാക്ക് ഇട്ടാലും സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ റൈസ് പൗഡറാണ് വേണ്ടത്. അങ്ങനെ കടലമാവിൻ്റെ പൊടിയും റൈസ് പൗഡറും കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ പാക്ക് നിങ്ങൾക്ക് ഈ പൊടികൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്താലും മതിയാകും. ഇപ്പം പൊടി നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ കേടാവത്തില്ലല്ലോ. പാക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെച്ചില്ല എങ്കിൽ പുറത്ത് വെക്കുകയാണെങ്കിൽ കേടായി പോകും. എന്തായാലും ഞാൻ പൊടി അങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ നീരാണ് വേണ്ടത്. ഓറഞ്ച് നീരില്ല എങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഓറഞ്ചിൻ്റെ നീരാണ് ചേർക്കുന്നത്. 2 അല്ലി ഓറഞ്ചിൻ്റെ നീര് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുകയാണ്. ഓറഞ്ച് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. വിറ്റാമിൻ്റെ കലവറ തന്നെയാണ് ഓറഞ്ചിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഓറഞ്ച് ജ്യൂസ് സ്കിന്നിന് അലർജി ഉള്ളവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു വെള്ളം ചേർത്ത് ബാക്കി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കുകയാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഈ ഒരു പാക്ക് ഇടാൻ നോക്കണം. അതല്ലാതെ വെച്ചിട്ട് പിന്നീട് ഇടാനായിട്ട് ഒരു കാരണവശാലും നോക്കാൻ പാടില്ല. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഉടനെ ഇട്ടാലേ നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായ റിസൾട്ട് കിട്ടുള്ളൂ. എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മുടെ പാക്ക്. നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഭാഗത്ത് ഇടുന്നില്ല, ഈ ഭാഗത്ത് ഇടുന്നോളൂ റിസൾട്ട് കാണുന്നതിന് വേണ്ടി. എന്തായാലും നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം റിസൾട്ട് എന്താണെന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് തുടയ്ക്കാം. വാവ് വാവ്, സംഭവം സൂപ്പറാ. ഇത് കണ്ടോ, ഈ സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. സ്കിൻ നല്ല പോലെ ഗ്ലോ ആയിട്ടുണ്ട്. അടിപൊളിയാണ്.
കണ്ടുള്ള ചേഞ്ചസ് ഒക്കെ അടിപൊളി സംഭവമാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്ക്, 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് ചെയ്തിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയണേ കേട്ടോ.